ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് സ്കൂളിൽ പോയില്ല, എനിക്കൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് എൻ്റെ ഡാൻസും മേക്കപ്പൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ പല്ലേക്കം പോകണം. ഞാൻ എണീറ്റ് പാടുണ്ടായിട്ട് പല്ലേച്ചില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പല്ലൊക്കെ തേച്ച് ജസ്റ്റ് മേലെ കഴിക്കും. പക്ഷേ ഞാൻ അതേ ഡ്രസ്സിനെയാണ് ഇട്ടത്. അപ്പം നമുക്കിനി പോവാൻ ഉള്ള ഡ്രസ്സ് ഇപ്പോഴല്ല. അത് കഴിഞ്ഞ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ആൾട്ട ഇടണം. അപ്പോൾ നമുക്ക് ആൾട്ട ഇടുമ്പോൾ കാണാം. ഗൈസ്, ഞാൻ ആൾട്ടൊക്കെ ഇട്ട് എല്ലാം റെഡിയായി നിൽക്കുകയാണ്. ഇനി നമുക്ക് നേരെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകണം. അപ്പോൾ പോകുമ്പോൾ കാണാം. അപ്പോൾ അങ്ങനെ ഡാൻസ് ക്ലാസ്സിലെത്തിയിട്ടുണ്ട്. പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതൊന്നും കുഴപ്പമില്ല. അങ്ങനെ ഞാൻ നേരത്തെ പോയതുകൊണ്ട് തന്നെ ഹെയറൊക്കെ മൊത്തം കെട്ടിക്കഴിഞ്ഞു. പിന്നെ അവിടെ കുറേ കുട്ടികൾ വന്നു, ടീച്ചേഴ്സ് വന്നു. പിന്നെ അമ്മയോട് സംസാരിക്കുന്ന തിരക്കിലാണ്. പിന്നെ എൻ്റെ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ വേറെ ആൾക്ക് മുടി വെട്ടി കൊടുത്തു. അങ്ങനെ നമുക്കിനി അടുത്ത മേക്കപ്പിലോട്ട് കിടക്കാം. അങ്ങനെ ഫേസ് മേക്കപ്പൊക്കെ കഴിഞ്ഞ് നേരെ ഹെയറിലോട്ട് കടന്നു. രാവിലെ ഹെയർ കെട്ടിയുണ്ട്. പിന്നെ വേറെ പണിയൊന്നും ഇല്ലായിരുന്നു. പൂവ് വെക്കണം, ഓർണമെൻറ്റ്സ് വെക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ആണെങ്കിൽ എനിക്കുള്ള ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഐലാഷൊക്കെ വെച്ച് കഴിഞ്ഞാൽ അമ്മ പറയും ഞാൻ വേറെ ഏതോ ഒരാളാണ്. ഐലാഷ് വെച്ചാൽ ഇങ്ങനെ ഒന്നും മിണ്ടുകയില്ല, ഭയങ്കര ദേഷ്യമൊക്കെയാണ്. അതുപോലെ തന്നെ ഹെയറിൽ ഇങ്ങനെ ക്ലിപ്പൊക്കെ കുത്തുമ്പോൾ ഭയങ്കര വേദനയാണ്. സത്യം പറഞ്ഞാൽ എനിക്കും ഭയങ്കര ടെൻഷനാണ്, അമ്മയ്ക്കും. കാരണം 10-40 കുട്ടികളുണ്ട് നമ്മളുടെ ഈ ഡാൻസിനൊക്കെ. അപ്പോൾ പലപ്പോഴും അവരുടെ അമ്മമാർ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. ടീച്ചറും കൂടെ ഉള്ളതുകൊണ്ട് ടീച്ചറിനും ചെയ്തെടുക്കാൻ പറ്റില്ല. പിന്നെ ഹെയർ ചെയ്യാൻ വേറെ ആൻറ്റിമാർ അങ്ങനെ വേറെ ആരുമില്ല. അപ്പം അതുകൊണ്ട് അമ്മമാർ തന്നെ ചെയ്തു തരണമെന്ന് പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു. അമ്മയ്ക്ക് ഇങ്ങനെ അധികം പറ്റില്ല, അങ്ങനത്തെ ടെൻഷനായിരുന്നു. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നല്ലപോലെ വെച്ച് തന്നു, നല്ലപോലെ കളിക്കുകയൊക്കെ ചെയ്തു ഞാൻ. പിന്നെ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു ഹെയർ. അമ്മ പറഞ്ഞു വേദനിക്കുന്നുണ്ടോ എന്നപ്പോൾ പയ്യെ വെച്ച് തരാമെന്നൊക്കെ. എന്നാലും എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. ഐലാഷൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ് എനിക്ക്. പിന്നെ ഹെയറൊക്കെ പിടിച്ചമ്മ ഫ്രണ്ടിലൊക്കെ ഇട്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് തന്നു. അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു ഇങ്ങനെ നമ്മൾ സ്റ്റേജിൽ കയറിയിട്ട് കളിക്കുമ്പോഴത്തേക്കും മൊത്തം ഊരിപ്പോകും. കാരണം എനിക്കിങ്ങനെ ഭയങ്കര വേദന ആയതുകൊണ്ടൊക്കെ അമ്മ പയ്യെ ഒക്കെ ചെറിയൊരു ഇതിലൊക്കെയാണ് വെച്ചത്. ക്ലിപ്പൊക്കെ 2-3 അങ്ങനെയാണ് കുത്തിയത്. അപ്പോൾ അഴിഞ്ഞു പോകുന്നൊക്കെ ചെറിയ സംശയമായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ലാതെ അമ്മ എനിക്ക് കുത്തി തന്നു. അങ്ങനെ ഹെയർ മേക്കപ്പൊക്കെ കഴിഞ്ഞ് നേരെ ഡ്രസ്സിലേക്ക് പോയി. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടു, നല്ല ഡ്രസ്സായിരുന്നു. പക്ഷേ എനിക്ക് ആകെയുള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീക്വൻസ് തട്ടുന്നതാണ്. പക്ഷേ എങ്കിൽ എല്ലാ ഡ്രസ്സും നല്ല അടിപൊളിയായിരുന്നു. രാത്രിയിലത്തെ പ്രോഗ്രാം ആയതുകൊണ്ട് എല്ലാ ഡ്രസ്സും ലൈറ്റിൽ തിളങ്ങുമായിരുന്നു. അങ്ങനെ ഓരോ ബാച്ചായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. ഓരോ ബാച്ചും നല്ല അടിപൊളി ഡ്രസ്സസ് ആയിരുന്നു.
അങ്ങനെ ആദ്യമായിട്ടാണ് അമ്മ ഫേസ് മേക്കപ്പ് ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. അല്ലെങ്കിൽ അമ്മ ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്കും 5 മണിയാകും വരാം. രാവിലെ എന്നെ കൊണ്ടാക്കിയിട്ട് വൈകുന്നേരം 5 മണിക്കാണ് വരുന്നത്. അപ്പോഴത്തേക്കും ആൻറ്റിമാർ എന്നെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ എൻ്റെ എല്ലാ മേക്കപ്പും കാര്യങ്ങളൊക്കെ തീരും. അപ്പോൾ അമ്മ വരുമ്പോഴത്തേക്കും ഞാൻ അങ്ങ് പ്രോഗ്രാമുള്ള സ്ഥലത്തേക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ടാവും. എന്തായാലും ഇപ്രാവശ്യം അമ്മ എന്നെ മേക്കപ്പിനൊക്കെ ഒരുക്കാൻ വേണ്ടി വന്നു. നല്ല അടിപൊളി സന്തോഷത്തിലായിരുന്നു ഞാൻ ഇപ്രാവശ്യം അമ്മ ലീവ് എടുത്തത് കൊണ്ടാണ് എൻ്റെ കൂടെ വന്നത്. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞ് നെക്ലേസ് ഇട്ടു. പിന്നെ നമ്മൾ അരയിൽ കിട്ടുന്ന ഒട്ടിയാനം ഇട്ടു. എന്നാൽ ഈ മുഖത്ത് ചെറിയൊരു വാട്ടം ഉണ്ടായിരുന്നു. എന്തായാലും എൻ്റെ മുഖം അങ്ങനെ തന്നെയാണ് എല്ലാ പ്രോഗ്രാമിനും. എനിക്ക് സ്റ്റേജിൽ കയറുന്നതിന് തൊട്ട് മുന്നേ പോലും ഭയങ്കര ദേഷ്യവും കരച്ചിലൊക്കെ ആയിരിക്കും. അങ്ങനെ അമ്മയ്ക്ക് എപ്പോഴും പരാതിയാണ് ഞാനിങ്ങനെ ദേഷ്യവും കരച്ചിലൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ. എനിക്കിങ്ങനെ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടുന്നത് അത്രയ്ക്ക് ഇഷ്ടമല്ല. എല്ലാതെങ്കിലും കല്യാണത്തിന് പോകുമ്പോഴും ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു അലർജിയാണ്. പിന്നെ നെക്ലേസൊക്കെ എനിക്ക് ഭയങ്കര അലർജിയാണ് ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും. ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ ഉണ്ടാവും എൻ്റെ കഴുത്തിൽ എന്താ ഞാൻ സുന്ദര കുട്ടിയായിരുന്നു. എങ്ങനെയുണ്ട്? അങ്ങനെ ഡ്രസ്സൊക്കെ കഴിഞ്ഞ് ഹെഡും കഴിഞ്ഞ് നമ്മൾ നേരെ മൂക്കുത്തി വെക്കാൻ വേണ്ടി വന്നു. അങ്ങനെ എൻ്റെ ഒരു ശംഖ് മൂക്കുത്തിയും അതുപോലെ അവരെയുള്ളൊരു പൊട്ട് പോലത്തെ മൂക്കുത്തിയും കൂടെ വെച്ചു. പിന്നെ ഉദയന്നൂർ ശിവക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ പ്രോഗ്രാം. പിന്നെ കുട്ടമ്മാഷിൻ്റെ വൈഫും കൂടിയാണ് എനിക്ക് മേക്കപ്പ് ചെയ്ത് തന്നത്. പിന്നെ കുട്ടമ്മാഷിന് കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അങ്ങനെ മൂക്കുത്തിയൊക്കെ വെച്ച് കുട്ടമ്മാഷ് എനിക്ക് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് തന്നു. പിന്നെ ശിവക്ഷേത്രത്തിൽ വെച്ചിട്ട് റീലൊക്കെ ചെയ്യാമെന്നായിരുന്നു എൻ്റെ തീരുമാനം. അങ്ങനെ ഗൈസ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? അപ്പോൾ ഇനി നേരെ അച്ഛൻ വരണം ഇങ്ങോട്ട്. അച്ഛൻ വന്ന ശേഷം നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോകാം. അപ്പോൾ അമ്പലത്തിൽ വെച്ച് കാണാം.